ഹലോ ഒരുവാൻ, നിങ്ങളെല്ലാവരും IBSAയുടെ ടയർ 1 കഴിഞ്ഞ് ടയർ 2 വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും ഈ പറയുന്ന IB അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് വളരെയധികം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബാണ്. സിനിമകളിലും സീരീസുകളിലും മാത്രം കണ്ടുവരുന്ന IBയുടെ കഥാപാത്രങ്ങളെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാൻ വേണ്ടി അല്ലേ കാത്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങളുടെ ഇടയിൽ തന്നെ കാണും അല്ലേ? അപ്പോൾ IB ടയർ 1 കഴിഞ്ഞിരിക്കുകയാണ്, ടയർ 2 അല്ലേ വരാനിരിക്കുകയാണ്. അതായത് ഇന്റലിജൻസ് ബ്യൂറോ എന്നുള്ള സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് ഇനി ചെന്നെത്താൻ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾ പ്രധാനമായിട്ടും 3 ടയറുകളിലേക്കാണ് IB നടക്കുന്നത്. ടയർ 1, ടയർ 2, ടയർ 3. അത് ടയർ 1 നിങ്ങൾ ഓൾറെഡി പാസ്സായി കഴിഞ്ഞിരിക്കുകയാണ്. ടയർ 2ലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും കാത്തിരിക്കുന്നത്. മറ്റ് SSC PSC പരീക്ഷകളെ പോലെ അല്ല ഈ പറയുന്ന IBയുടെ എക്സാമിനേഷൻ അല്ലേ? ഈ പറയുന്ന ടയർ 1ഉം ടയർ 2 എക്സാമിനേഷൻ പൊതുവെ SSC PSC പരീക്ഷകളിൽ അത് മൾട്ടിപ്പിൾ അല്ലെ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരികയും എന്നാൽ IBയിൽ അത് ഡിസ്ക്രിപ്റ്റീവ് ആവുകയും ചെയ്യുന്നിടത്താണ് IB എന്ത് ചെയ്യുന്നത്? ഒരു പ്രത്യേക ഒരു ഏജൻസി ആയിട്ട് മാറി നിൽക്കുന്നത് ആണല്ലോ. അതിന്റെ ആ ഒരു എന്താണ് വർക്ക് മാത്രമല്ല അതിന്റെ എക്സാമിനേഷന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സംശയത്തിലാഴ്ത്താറുണ്ട് ആണല്ലോ അല്ലെ? അപ്പൊ അത്തരത്തില് IB ടയർ 2നെ കുറിച്ച് ഇപ്പോഴും അറിയാൻ വയ്യാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് പ്രധാനമായിട്ട് IB ടയർ 2 എന്തെല്ലാം ആയിരിക്കും ചോദിക്കുന്നത്, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം IBയുടെ നോട്ടിഫിക്കേഷൻ ഈ അടുത്തിടെയാണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത്. 2-3 മാസം മുമ്പാണ് IBയുടെ ടയർ 1ന്റെ ഒക്കെ എന്ത് ചെയ്യുന്നത്, ടയർ 1 അല്ല IBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? പ്രധാനമായിട്ടും ഈ പറയുന്ന ജനറൽ സെൻട്രൽ സർവീസിലേക്ക് മിനിസ്റ്റീരിയൽ പോസ്റ്റ് ഗ്രൂപ്പ് C പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. 21,700 മുതൽ 69,100 വരെയായിരുന്നു അതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ആണല്ലോ. 10ാം ക്ലാസ് ആയിരുന്നു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? ഒന്നും പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ? 10ാം ക്ലാസ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്. ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മുൻഗണനയുണ്ട് എന്നുള്ളതാണ് അല്ലെ? ഈ പറഞ്ഞ വീഡിയോ കണ്ടിരിക്കുന്ന പകുതി മുക്കാൽ ആളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ ഫീൽഡ് എക്സ്പീരിയൻസ് കാണുമ്പോൾ യാതൊരു നിർബന്ധമില്ല അല്ലെ? വളരെ ഈ പറയുന്ന രീതിയിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ നമ്മൾ മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള യാതൊരു പ്രവൃത്തി പരിചയം പലർക്കും ഉണ്ടായിരിക്കണമെന്നില്ല അല്ലെ? എക്സെപ്റ്റ് ഈ പറയുന്ന മിലിറ്ററി സർവീസിൽ ഉണ്ടായിരുന്നവർക്ക് ചിലപ്പോൾ ശരി ഉണ്ടായിരിക്കാം അല്ലെ? അപ്പം അതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് 18 മുതൽ 27 വയസ്സ് വരെ ആയിരുന്നു അല്ലെ? 18 മുതൽ 27 വയസ്സ് വരെ ആയിരുന്നു ഇതിന്റെ എന്ത് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും IBയുടെ IBSAയുടെ എക്സാമിനേഷൻ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 3 ടയറുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടക്കുന്നത്. ടയർ 1, ടയർ 2, ടയർ 3 അല്ലെ? ടയർ 1 എന്താണ്? ടയർ 1 ഈ പറയുന്ന SSC എക്സാമിനേഷനോട് വളരെയധികം സാമ്യമുള്ള ഒരു എക്സാമിനേഷൻ ആണ് ടയർ 1 എന്ന് പറയുന്നത് ആണല്ലോ. എന്താണ് സാമ്യത നോക്കിയേ. ആദ്യം തന്നെ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആണ് അല്ലെ? ഒരു ഓൺലൈൻ എക്സാമിനേഷനിൽ ആദ്യം തന്നെ ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ, അനലിറ്റിക്കൽ, ലോജിക്കൽ അബിലിറ്റി, റീസണിങ് അല്ലെ? അത് കൂടാതെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ സ്റ്റഡീസ് ആകുന്ന ഒരു ഭാഗമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലെ? നിങ്ങളെല്ലാം എഴുതിയിട്ടുള്ളവരായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പരിചിതമാണ് ഇത് അല്ലെ? ഏകദേശം 100 മാർക്കിന്റെ ചോദ്യത്തിന് 1 മണിക്കൂറായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് അല്ലെ? 100 ചോദ്യത്തിന് 1 മണിക്കൂർ, അതായത് 60 മിനിറ്റ്. 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്നത് 60 മിനിറ്റ് ആണ് അല്ലെ? ടയർ 2 ഇതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമാണ്. എന്താണ് വ്യത്യസ്തം? ഇത് നമ്മൾ തൊട്ടു മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്ന പരീക്ഷകളെ പോലെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിന് മുമ്പിലിരുന്ന് നിങ്ങൾ ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയല്ല അവിടെ ചെയ്യുന്നത്. പകരം നിങ്ങൾ അവിടെ എഴുതുകയാണ് അല്ലെ? നിങ്ങളൊരു പേപ്പറിൽ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്താശയങ്ങൾ നോക്കിയേ. റിട്ടൺ എക്സാമിനേഷൻ എന്താണ് പ്രധാനമായിട്ടും 500 വേർഡ് നിങ്ങളുടെ മുന്നിലായിട്ട് തരും. ഈ 500 വേർഡിനെ നിങ്ങൾ അത് ഇംഗ്ലീഷിലേക്കും തിരിച്ച് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾ എന്താണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിലേക്കുമാണ് മാറ്റേണ്ടത് ആണല്ലോ. IBയുടെ ഇന്ന് അല്ലെ ഇന്ന് ഒരു 10 മണി വരെ ആയിരുന്നു മറ്റോ ആണ് ഈ പറയുന്ന റീജിയണൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്കൽ ഡയലക്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് ഉണ്ടായിരുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ 2ൽ കൂടുതൽ ഈ പറയുന്ന ലാംഗ്വേജസ് ഒക്കെ സെലക്ട് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മാറ്റി ഒറ്റൊരു ലാംഗ്വേജ് മാറ്റി സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അവസരങ്ങൾക്ക് IB നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത സമയത്ത് തന്നെ നിങ്ങളൊരു ലാംഗ്വേജ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ? ചിലപ്പോൾ അത് മലയാളം ആയിരിക്കാം, ചിലപ്പോൾ തമിഴ് ആയിരിക്കാം, ചിലപ്പോൾ കന്നഡ ആയിരിക്കും, ചിലപ്പോൾ അത് ഗുജറാത്തി ആയിരിക്കാം അല്ലെ? ഇപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ അല്ലെ? നിങ്ങളൊരു ഡയലക്റ്റ് അവിടെ നൽകിയിട്ടുണ്ടായിരിക്കും. പ്രധാനമായിട്ട് എക്സാമിനേഷൻ അത് 50 മാർക്കിനാണ് എക്സാമിനേഷൻ, 1 മണിക്കൂറാണ് എക്സാമിനേഷൻ, 500 വേർഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ 500 വേർഡിനെയും ഇംഗ്ലീഷിലേക്കും തിരിച്ച് ഈ പറഞ്ഞ ലോക്കൽ ഡയലക്റ്റിൽ നിന്നും ഇംഗ്ലീഷിലേക്ക്, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ തരുന്ന ഒരു വേർഡിനെ നിങ്ങൾ എന്ത് ചെയ്യണം അത് തിരിച്ച് ലോക്കൽ ഡയലക്റ്റിലേക്കും അതേ ഭാഷ, അതേ ഐഡിയ, അതേ ഒരു എങ്ങനെയാണോ ഐഡിയ കൺവേ ചെയ്യുന്ന രീതി അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പത്രവാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് ഒരു എഡിറ്റോറിയൽ തന്നു കഴിഞ്ഞാൽ എഡിറ്റോറിയൽ ആശയങ്ങൾ അതേപോലെ തന്നെ
അല്ലെ എഡിറ്റോറിയൽ ആശയങ്ങൾ ഏറ്റവും കൃത്യമായി മിസ്റ്റേക്കുകൾ ലെവലേശമില്ലാതെ തന്നെ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ ടയർ 2 എന്ത് ചെയ്യും, നിങ്ങളത് ക്വാളിഫൈ ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഇതൊരു ക്വാളിഫൈ നേച്ചറാണ് അല്ലെ, ഇതൊരു ക്വാളിഫൈ നേച്ചറൽ എക്സാമിനേഷൻ ആണ് ടയർ 2 എന്ന് പറയുന്നത് അല്ലെ. ടയർ 3 എന്താണ്? ടയർ 3 ഇന്റർവ്യൂ ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. നിങ്ങളുടെ വ്യക്തിത്വത്തെ കുറിച്ച്, നിങ്ങളുടെ മനസ്സിലിരിപ്പിനെ കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? ടയർ 3 അതും എന്താണ് ഈ പറയുന്ന 50 മാർക്കിനാണ് ആണല്ലോ. അപ്പൊ ഇതിനു വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ ട്രാൻസ്ലേഷൻ ലോക്കൽ ലാംഗ്വേജ് ടു ഇംഗ്ലീഷ് ആൻഡ് വൈസ് വേഴ്സ 1 passage 500 words to be translated in both ways എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു 500 വേർഡ് തരും. ആ 500 വേർഡിനെ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കണം, അതിന്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കണം. അതിന്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിനെ നിങ്ങളുടെ ലോക്കൽ ഡയലക്റ്റ്, അത് മലയാളം ആയിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, തമിഴ് ആയിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെന്തായിരിക്കണം, നിങ്ങളുടെ ലോക്കൽ ഡയലക്റ്റിലേക്ക് എന്ത് ചെയ്യാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർക്കുക. ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷിലേക്ക് ചെയ്യുമ്പോൾ വരുന്ന വാക്കുകൾക്ക് വരുന്ന മിസ്റ്റേക്ക്, സ്പേസിംഗിന് വരുന്ന മിസ്റ്റേക്ക്, ആശയങ്ങൾ നിങ്ങൾ എങ്ങനെ കൺവേ ചെയ്യുന്നു, ആ പറയുന്ന കാലത്തിനനുസരിച്ച്, ടൈം പീരീഡ് അനുസരിച്ച് തന്നെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആ ഒരു ചിലപ്പോൾ ചില എഡിറ്റോറിയലൊക്കെ പറയുന്ന രീതിയിൽ കഴിഞ്ഞ് നടന്ന സംഭവങ്ങളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന ഫ്യൂച്ചർ പ്രോജക്റ്റുകളെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ആ ഒരു ടോണിൽ തന്നെയാണോ നിങ്ങൾ തർജ്ജിമ ചെയ്യുന്നത് എന്ത് ചെയ്യണം, നിങ്ങളത് ഉറപ്പ് വരുത്തിയിരിക്കണം ആണല്ലോ. നിങ്ങളുടെ ഗ്രാമറുകൾ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവ്വം വേണം എന്ത് ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്, അല്ലാതെ നമ്മളിപ്പോൾ MCQ പോലെ തന്നെ നമുക്ക് കറക്കി കുത്താൻ സാധിക്കുകയില്ല. ടോട്ടൽ മാർക്ക് 50 ക്വാളിഫൈങ് നേച്ചർ ആണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വലിയ കട്ട് ഓഫുകൾ 50 മാർക്കുള്ള എക്സാമിനേഷൻ നിങ്ങൾ 45 വാങ്ങിച്ച് കട്ട് ഓഫ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് ക്വാളിഫൈങ് നേച്ചർ ആണ്. അതായത് ക്വാളിഫൈ ചെയ്യുന്ന ഒരു പ്രത്യേക മാർക്കുണ്ട്, അത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അല്ലെ. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ പറഞ്ഞ വലിയ കട്ട് ഓഫുകളൊന്നും താണ്ടി കിടക്കേണ്ട ആവശ്യകത അവിടെ ഇല്ല എന്നുള്ളതാണ്. 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 50 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് ഏകദേശം ഏറ്റവും മിനിമം 20 മാർക്കെങ്കിലും മേടിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണം. ഏറ്റവും മിനിമം 20 മാർക്കാണ്. അതായത് 20 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പറ്റുമെന്നേ. ഈ വലിയ തെറ്റും കുറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 20 മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം എങ്ങനെ തയ്യാറെടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ സഹായത്തോടു കൂടി തന്നെ എങ്ങനെയാണ് ഒരു എഡിറ്റോറിയൽ വരുന്നത്, അതിനകത്ത് എങ്ങനെയാണ് ഐഡിയ അങ്ങോട്ടും കൺവേർട്ട് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ പറയുന്ന രീതി പ്രിപ്പയർ സ്വന്തമായിട്ട് ചെയ്ത് തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി മനസ്സിലാക്കി അല്ലെ, അത് ഈ പറഞ്ഞ രീതിയിൽ ഒന്നുകൂടെ വായിച്ചു നോക്കി പിന്നെ തെറ്റുകുറ്റങ്ങളായി മനസ്സിലാക്കി അത് ആരെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിൽ ഈ പറയുന്ന കൂട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെയോ അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിക്കൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതല്ല നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ടിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ, നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് നിർത്തിക്കൊണ്ട് തന്നെ അല്ലെ, നിങ്ങൾക്ക് എന്താണ് ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ, റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു നല്ലൊരു ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ലഭിക്കേണ്ടതായിട്ടുണ്ട് ആണല്ലോ. അതിന്റെ കൂടെ തന്നെ അല്ലെ ഇത് തർജ്ജിമ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അല്ലെ, അതിന് മറ്റൊരാളുടെ സഹായം ആവശ്യമായിട്ട് വരും. അതിൽ തെറ്റുകുറ്റങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിക്കാൻ ആദ്യം സഹായകമാകണം. അത് കൂടാതെ തന്നെ തെറ്റുകുറ്റങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ അതിന് പകരം റീപ്ലേസ് ചെയ്യാൻ എന്തെല്ലാം ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ. അതുപോലെ തന്നെ ഐഡിയാസ് എവിടെല്ലാമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് തെന്നി മാറുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഐഡിയയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരാൾ സഹായിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് തരേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ രണ്ടാമത് നിങ്ങൾക്ക് അങ്ങനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ അത്തരത്തില് വളരെ എക്സ്പേർട്ട് ഫാക്കൽറ്റി സഹായത്തോട് കൂടി തന്നെ നിങ്ങൾ IB ടയർ 2 തയ്യാറെടുക്കുന്നവരാണെങ്കിൽ AZB അക്കാഡമിയിൽ നമ്മൾ പുതിയൊരു ടയർ 2 ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലെ. പ്രത്യേകത A to Z വൊക്കാബ് സെഷൻസിന്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ ടെക്നിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകി വരുന്നുണ്ട്. ടാർഗറ്റ് പാസേജ് പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഇറർ റിഡക്ഷൻ ഡ്രിൽസിന്റെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട്. ടൈം ബൗണ്ട് ടെക്സ്റ്റുകളുണ്ട്. പേഴ്സണാലിറ്റി ഇവാലുവേഷന്റെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം വേണ്ടിവരുന്ന എല്ലാ കാര്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതിൽ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതല്ല സ്വന്തമായിട്ട് പഠിക്കാൻ തീരുമാനിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പറയുന്ന ഇംഗ്ലീഷ് ദിനപത്രങ്ങളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാം. അത് തെറ്റുകുറ്റങ്ങൾ വരാം എന്നിരുന്നാലും
അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ മലയാളം പത്രങ്ങളുണ്ട്, മനോരമ, മാതൃഭൂമി, കൗമുദി, ജനം, ഈ പറയുന്ന എന്താണ് അല്ലെ കൗമുദി, അതേപോലെ ഈ പറയുന്ന ദേശാഭിമാനി പറയുന്ന ഒരുപാട് പത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ ഒരുപാട് പത്രങ്ങൾ അവൈലബിൾ ആണ്. അത് എഡിറ്റോറിയൽ ഭാഗങ്ങളുണ്ട്. എഡിറ്റോറിയൽ ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും കിട്ടുന്ന കുറച്ച് ലേഖനങ്ങളുണ്ട് ആണല്ലോ, അതിനോട് ചേർന്ന് നടക്കുന്ന കുറച്ച് ലേഖനങ്ങൾ കാണാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലേക്കും തിരിച്ച് മലയാളത്തിലേക്കും തർജ്ജമ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതൊരു ക്വാളിഫൈങ് നേച്ചർ ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, വെറുതെ തള്ളിക്കളയരുത്, പഠിക്കാതിരിക്കരുത്, ട്രെയിനിങ് ഒന്നും ചെയ്യാതെ തന്നെ പോകരുത്. ഓക്കെ, നമുക്കറിയാം IB എന്ന് പറയുന്നത് വെറും ഒരു ഓർഗനൈസേഷൻ അല്ല അല്ലേ. വെറുതെ നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് കൊടുത്ത് എന്തെങ്കിലും മലയാളത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പാസ്സാക്കുന്ന നമ്മുടെ SSCRT പാഠഭാഗങ്ങളിൽ പറയില്ലേ, പണ്ട് എന്താണ് 5ലും 6ലും പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എഴുതി എടുത്ത് പാസ്സാവുന്ന രീതി അല്ല ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ഡിസ്ക്രിപ്റ്റീവ് എന്താണ് ആ പേപ്പർ എന്ന് പറയുന്നത് അല്ലേ. അതിൽ എഴുതുന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം, കഴമ്പുണ്ടായിരിക്കണം അല്ലെ. എഴുതുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടായിരിക്കണം, അതിൽ എന്താണ് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ കുറവായിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞു, സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, ഓക്കെ, സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അത് ഹിന്ദു, അതേപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്ന ഒരുപാട് പത്രങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് അല്ലെ. ഈ പത്രങ്ങളൊക്കെ എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഇടുന്ന എഡിറ്റോറിയലുകളിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം 500 വേർഡുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഇതിനെ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ട്രാൻസ്ലേഷൻ ഒരുപാട് വെബ്സൈറ്റുകൾക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അല്ലെ. ഈ പറയുന്ന ഗൂഗിളിന്റെയും അതിൽ മറ്റ് സഹായത്തിൽ, ഗൂഗിൾ ട്രാൻസ്ലേറ്റിന്റെ മറ്റ് ട്രാൻസ്ലേഷൻ എന്താണ് സഹായികളുടെ സഹായത്തോട് കൂടി തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സഹായകമാകും ഈ പറയുന്ന അവരൊക്കെ ഈ ടെക്നോളജി ഉപയോഗിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരുപാട് തെറ്റുകൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എത്തിയാൻ പറ്റും, നിങ്ങൾക്ക് സ്പോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. റിസോഴ്സസ് നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ചോദ്യങ്ങളിൽ ഈ പറയുന്ന എന്തെല്ലാമാണ് നിങ്ങൾ ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അല്ലെ, അത് നിങ്ങൾ കണ്ടെത്തേണ്ടി വേണ്ടിയുള്ള കുറച്ച് സമയം നിങ്ങൾക്ക് അവിടെ എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ടയർ 2 വേണ്ടി പഠിക്കേണ്ട പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം അധിഷ്ഠിതമായിട്ട് ഈ കിട്ടുന്ന 1 മണിക്കൂർ അല്ലെ, നോക്കിയേ 1 മണിക്കൂറാണ് നിങ്ങൾ അവിടെ കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കഴിയാൻ പറ്റുന്നത്ര അല്ലെ ഐഡിയാസ് നിങ്ങൾ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇച്ചിരി പൊളിറ്റിക്കൽ ആവാൻ വേണ്ടി ശ്രമിക്കരുത്. ഐഡിയാസ് എന്ത് പറയുന്നോ അത് അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ മതി, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നൽകുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കഥ എഴുതുകയോ കവിത എഴുതുക രചനയൊന്നും അല്ലത്. പ്രധാനമായിട്ടും തരുന്ന ഐഡിയ എന്താണോ അത് അതേപോലെ തന്നെ തെറ്റുകുറ്റങ്ങളില്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. കഥ എഴുതുന്ന പോലെ കവിത എഴുതുന്ന പോലെ സ്വന്തമായിട്ട് കൈന്നിട്ടൊന്നും എഴുതേണ്ട ആവശ്യം അതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, തെറ്റല്ലേ? അപ്പം നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുക അല്ലെ. ഇന്റലിജൻസ് ബ്യൂറോയിൽ ഒരു ഓഫീസറായിട്ട് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മളും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ടയർ 2 വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.